ഹരേ കൃഷ്ണ. ജഗത്തിൻ്റെയും മുഴുവൻ നാഥനായ ഭഗവാൻ ജഗന്നാഥൻ സ്നാനയാത്ര കഴിഞ്ഞ് 15 ദിവസം ഭഗവാനെ കാണാനാകാതെ വിഷമിച്ചിരിക്കുന്ന തൻ്റെ സ്വന്തം ഭക്തരെ കാണുവാനായി ഭഗവാൻ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന ഒരു മഹാ ഉത്സവമാണ് ജഗന്നാഥ് രഥയാത്ര. വലുതും പ്രധാനപ്പെട്ടതുമായ ഉത്സവമാണ്. സർവപ്രപഞ്ചത്തിൻ്റെയും നാഥനായ ഭഗവാൻ ജഗന്നാഥ സ്വാമിയെയും ഭഗവാന്റെ സഹോദരനായ ബലരാമസ്വാമിയെയും സഹോദരിയായ സുഭദ്രാദേവിയെയും 3 വ്യത്യസ്ത രഥങ്ങളിൽ ഒഡീഷാപുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും വിവിധ വാദ്യോപകരണങ്ങളോടുകൂടിയും സന്തോഷത്തോടെയും ഭക്തിയോടുകൂടിയും ബലരാമസ്വാമിയെയും സുഭദ്രാദേവിയെയും ജഗന്നാഥ് സ്വാമിയെയും ഗുണ്ടിജ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉത്സവമാണ് രഥയാത്ര. രഥം വലിക്കുന്നതിന് മുൻപായിട്ട് പുരിയിലെ രാജാവ് ഭഗവാന്റെ രഥം പോകുന്ന വഴി ചൂലുകൊണ്ട് തൂത്തതിനു ശേഷമാണ് രഥയാത്ര ആരംഭിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു ഉണ്ടായിരുന്ന സമയത്ത് പ്രതാപ് രുദ്രമഹാരാജാവാണ് ഈ ആചാരത്തിന് തുടക്കമിട്ടത്. ജഗന്നാഥ് സ്വാമിയുടെ രഥത്തിന്റെ പേര് നന്ദിഘോഷ് എന്നാണ്. നിറം വരുന്നത് ചുവപ്പും മഞ്ഞയുമാണ്. 16 ചക്രങ്ങളാണ് രഥത്തിനുള്ളത്. ബലരാമസ്വാമിയുടെ രഥത്തിന്റെ പേര് താളധ്വജ് എന്നാണ്. രഥത്തിന്റെ നിറം വരുന്നത് ചുവപ്പും പച്ചയുമാണ്. 14 ചക്രങ്ങളാണ് താളധ്വജ് രഥത്തിനുള്ളത്. സുഭദ്രാദേവിയുടെ രഥത്തിന്റെ പേര് ദേവദളൻ എന്നാണ്. രഥത്തിന്റെ നിറം കറുപ്പും ചുവപ്പുമാണ്. 12 ചക്രങ്ങളാണ് രഥത്തിനുള്ളത്. ഈ യാത്രയിൽ രഥങ്ങളിൽ ഭഗവാനെ കാണാൻ അവസരം ലഭിക്കുന്ന ആളുകളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഗുണ്ടിജ ക്ഷേത്രത്തിലേക്ക് നടത്തുന്ന ഘോഷയാത്ര വെറും ഒരു ഘോഷയാത്രയല്ല. ഗുണ്ടിജ ക്ഷേത്രം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായും കണക്കാക്കപ്പെടുന്നു. രഥങ്ങൾ വലിക്കുന്നത് ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ആത്മീയ സമ്പത്ത് ഉത്പാദിപ്പിക്കുകയും ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. ഐക്യത്തിന്റെ ഉത്സവമാണ് രഥയാത്ര. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഒരേപോലെ എല്ലാം മറന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണിത്. പുരി രാജാവ് തന്നെ രഥം പോകുന്ന വഴി തൂത്തുവാരുന്നു, അതായത് ഭഗവാന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നതിലൂടെ മനസ്സിലാക്കും. രഥയാത്ര എല്ലാ വർഷവും നടക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ രഥോത്സവത്തിൽ പങ്കെടുക്കാൻ അവിടെ പോകുന്നു. സൂര്യഗ്രഹണ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ജ്യേഷ്ഠൻ ബലരാമനും അനുജത്തി സുഭദ്രയും കുരുക്ഷേത്രം സന്ദർശിക്കുന്നതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻ ദ്വാരകയിലെ രാജകുമാരനായിരുന്നു. അദ്ദേഹം തൻ്റെ ജ്യേഷ്ഠൻ ബലരാമനും സഹോദരി സുഭദ്രയ്ക്കുമൊപ്പം കുരുക്ഷേത്രത്തിലെത്തി. കുട്ടിക്കാലത്ത് കൃഷ്ണൻ നന്ദമഹാരാജാവിൻ്റെയും യശോദയമ്മയുടെയും വളർത്തുപുത്രനായി വൃന്ദാവനത്തിൽ വളർന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം വൃന്ദാവനം വിട്ടുപോയി. അവിടെയുള്ള ആളുകൾ വളരെ അസന്തുഷ്ടരായി. അങ്ങനെ കൃഷ്ണൻ കുരുക്ഷേത്രത്തിലെത്തിയപ്പോൾ വൃന്ദാവനത്തിലെ ജനങ്ങൾ ഈ വാർത്ത അറിഞ്ഞ് കൃഷ്ണനെ കാണാനെത്തി. ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിത്വമായ ശ്രീമതി രാധാറാണി കൃഷ്ണനോട് ഗ്രാമത്തിലേക്ക് തിരികെ വരാൻ അഭ്യർത്ഥിക്കുകയും തൻ്റെ രഥം വലിച്ച് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. 24-ാം വയസ്സിൽ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചു. അമ്മയുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം ജഗന്നാഥപുരിയിൽ താമസിച്ചു. എല്ലാ വർഷവും അദ്ദേഹം ജഗന്നാഥന്റെ രഥോത്സവത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ശ്രീമതി രാധാറാണിയെ പോലെ വേർപിരിയലിന്റെ മാനസികാവസ്ഥയിലായിരുന്നു അദ്ദേഹം. അതിനാൽ ഈ രഥയാത്ര ഉത്സവം സ്നേഹത്തിന്റെ ഉത്സവമാണ്. ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഏതൊരാൾക്കും ക്രമേണ കൃഷ്ണനോടുള്ള ഉറങ്ങിക്കിടക്കുന്ന സ്നേഹം വളർത്തിയെടുക്കാൻ കഴിയും. ഹരേ കൃഷ്ണ.